കവിത്തത്തിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം കൊണ്ടുവന്ന ഡ്രസ്സ് മാഷ് ഇട്ട് നോക്കുന്നത് വേദ കാണുന്നുണ്ട്. പക്ഷേ വേദ എങ്കിലും മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷെ വിക്രം കൊണ്ടുവന്ന ഡ്രസ്സ് അത് എങ്ങനെയാണ് മേടിച്ച് കൊണ്ടുവന്നത്, അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചറിയാമായിരുന്നു, എന്നിട്ട് മതിയായിരുന്നു ഇങ്ങനെ അത് തട്ടിത്തെറിപ്പിക്കുന്നതൊക്കെ എന്നിങ്ങനെ വേദ പറയാണ്. ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്, അതെ ഞാനത് അന്വേഷിച്ചില്ല, എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അവനെപ്പറ്റി എനിക്ക് പണ്ടേ അറിയാവുന്നതാ, നീ ഇപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതല്ല മാഷേ, വിക്രം ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നില്ല എന്നല്ലേ എല്ലാവരും പറയുന്നത്, പെട്ടെന്ന് എങ്ങനെയാണ് വിക്രം സ്വഭാവം മാറിയത് എന്നിങ്ങനെ അതിനുള്ള കാരണം എന്താണെന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കമലാമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മാഷിനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കമലാമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് വേദയാണെങ്കിൽ കൂടി പെട്ടെന്ന് കമലാമ്മ അങ്ങനെ ചോദിക്കുകയാണ് വേദയുടെ അടുത്ത്, അങ്ങനെ ഇങ്ങനെയൊക്കെ മാഷിൻ്റെ അടുത്ത് ചോദിക്കാൻ നിനക്കെന്താ അവകാശം, അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാനേ നീ അവൻ്റെ ആരാന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദ പെട്ടെന്ന് ഈ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നിങ്ങനെ വിചാരിച്ച് സൂക്ഷിച്ച് നോക്കുകയാണ്. നന്ദിനിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. വേദയെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമലാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, വേദയുടെ സങ്കടം കണ്ടപ്പോൾ താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വേദയുടെ അടുത്ത് പോയിട്ട് അവളെ ആശ്വസിപ്പിക്കുക കേട്ടോ. മോള് വിഷമിക്കണ്ട അമ്മ, അപ്പോഴത്തെ ഒരു ദേഷ്യം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. നീ പറഞ്ഞതുപോലെ വിക്രം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അവൻ പെട്ടെന്നാണ് ഇങ്ങനെ ഉണ്ടായത്, അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവനിങ്ങനെ മാറിയത് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ അതെന്താണ് ഞാൻ അറിഞ്ഞാൽ അത് ആ കാര്യങ്ങൾ എന്താണെന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് അതെല്ലാം അറിയാനുള്ള അവകാശം എനിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പറയാനൊരു മറുപടി ഇല്ലാതെ കമലാമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് വിക്രമിനെയാണ് കാണിക്കുന്നത്. വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറ്റാതെ അവൻ അച്ഛനും പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സങ്കടമാവാണ് അവനക്ക്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് വരുന്നില്ല. ഒരുപാട് വൈകിയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വേദയാണെങ്കിൽ വിക്രമിനെ കാണാത്തത് കൊണ്ട് തന്നെ വളരെ പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് വിക്രമിനെ കാണുമ്പോൾ കയറി വരുന്ന വിക്രമിനെ കാണുമ്പോൾ വേദയ്ക്ക് സന്തോഷമാവുകയാണ്. വേഗം തന്നെ ഫുഡെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് വിക്രമിന്. പക്ഷേ വിക്രം അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. വിക്രം ഒന്ന് നിൽക്കുക, എനിക്കൊരു കാര്യം പറയാനൊന്നുണ്ടെന്ന് പറയുകയാണ് വേദ. വിക്രമിനെ അറിയാവോ, ഇന്നേ അച്ഛനുണ്ടല്ലോ വിക്രം പ്രസൻറ്റ് കൊടുത്ത ആ ഷർട്ട് ഉണ്ടല്ലോ അതിട്ട് നിൽക്കുന്നതേ ഞാൻ കണ്ടു എന്നിങ്ങനെ പറയുമ്പോൾ വിക്രമിന് നല്ല സന്തോഷമാവും കേട്ടോ. എന്താ പറഞ്ഞെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും വേദ ഇങ്ങനെ പറയും, അച്ഛനെ വിക്രം കൊടുത്ത ഷർട്ട് ഉണ്ടല്ലോ അതിട്ട് റൂമിൽ നിൽക്കുന്നത് കണ്ടു, ഞാനിങ്ങനെ സൈഡിൽ നിന്ന് കണ്ടതാട്ടോ, അച്ഛൻ പെട്ടെന്ന് തന്നെ ഡോർ അടയ്ക്കുകയും ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് വിക്രമിന് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ്.